വിയറ്റ്നാമിനിൽ ബോട്ട് അപകടം, അതിൽ മരിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ AC തോമസിന്റെയും ഭാര്യ ലൗനി തോമസിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. മൃതദേഹങ്ങൾ ചൊവ്വാഴ്ചയോടുകൂടി നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. കൊട്ടാരക്കര മാർത്തോമ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. വ്യക്തിപരമായ കാരണങ്ങളാൽ 2 തവണ മാറ്റിവെച്ച യാത്ര, മൂന്നാമത്തെ യാത്ര അതൊരു ദുരന്ത യാത്രയായി മാറുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ കുടുംബത്തിൽ 2 പേർ മരിച്ചു എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. AC തോമസ് അതുപോലെ തന്നെ ഭാര്യയും മരിച്ചു എന്നുള്ള വിവരം ലഭിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് ഇപ്പോൾ എംബസിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇടപെട്ട് മൃതദേഹം അടിയന്തരമായി നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ്. പ്രവർത്തനത്തിൽ നിന്ന് രക്ഷപ്പെട്ട 42 പേർ ഇന്ന് വിയറ്റ്നാമിൽ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കും. ചൊവ്വാഴ്ചയോടുകൂടി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എംബസി വൃത്തങ്ങൾ അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റർമാരൊക്കെ തന്നെ നൽകുന്നത്. അങ്ങനെയുള്ള വിവരമാണ് ഇപ്പോൾ കുടുംബത്തിന് ലഭിച്ചത്. അവരിവിടുന്ന് 7-ാം തീയതി പോയി മദ്രാസിന് പോയിട്ട് മദ്രാസിൽ നിന്ന് 8-ാം തീയതി വൈകിട്ട് ആയിരുന്നു ഫ്ലൈറ്റ്. എന്നിട്ട് ഇന്ന് വൈകിട്ട് തിരിച്ച് കയറാനിരുന്നാ. അവർ എപ്പോഴും വിളിക്കുമായിരുന്നു. ഇന്നലെയും രാവിലെയും വിളിച്ചു, വൈകുന്നേരം രാവിലെയും പോയിട്ടും എപ്പോഴും റൂമിൽ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് കോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം വിളിച്ച് ഞങ്ങളുമായിട്ടെല്ലാം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും. അപ്പം ഇന്നലെ രാവിലെ വിളിച്ചു. അപ്പം വിളിച്ചപ്പോൾ എന്നെ കിട്ടിയില്ല. അപ്പം ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. റൂമിൽ ഇപ്പം ഞങ്ങൾ ഇറങ്ങുവാണ്, ഇനിയിപ്പം വൈകിട്ട് വന്നിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ആയപ്പോഴത്തേക്ക്. ഇവിടെ 1968 തുടങ്ങിയ ഒരു മെഡിക്കൽ ഗ്രൂപ്പുണ്ട്, വിക്ടറി ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര്. അത് വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന 3 ജില്ലകളിലായി വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. മെഡിക്കൽ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഗ്രൂപ്പാണ്. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഭാഗമായി മറ്റൊരു കമ്പനി കോംപ്ലിമെൻ്ററിയായി നൽകിയ ഒരു ടൂർ പാക്കേജ് ആയിരുന്നു. ആദ്യ 2 സമയത്തും 2 തവണയും വ്യക്തിപരമായ കാരണങ്ങളാൽ പോകാൻ സാധിച്ചിരുന്നില്ല. ദുഃഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. കാര്യം ഈ മേഖലയിൽ, ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലായാലും മതപരമായ പ്രവർത്തനങ്ങളിലായാലും അത് എല്ലാത്തരം മതവിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിലായാലും സജീവമായി പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു മരിച്ച തോമസ്. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ജീവൻ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ചയോടുകൂടിയെങ്കിലും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു കാര്യമാണ് എംബസിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തത്. ക്യാമറമാൻ ഷാനവാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.